കാല് കുത്തിയാൽ ചുട്ടരിക്കുമെന്ന് അമേരിക്കൻ സൈന്യത്തിന് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭീഷണി. തങ്ങൾ ഭീഷണിപ്പെടുത്തുകയല്ലെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. വരാൻ പോകുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് സൈന്യത്തിന് അറിയുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും എന്ന തരത്തിലുള്ള പരാമർശമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഏറെക്കുറെ 45,000 55,000 അങ്ങനെ ലേലം വിളിക്കുന്ന പോലെയാണ് അമേരിക്കയുടെ സൈനികർ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആദ്യം 3,500 ആയിരുന്നു, പിന്നെ അത് 12,000 16,000 ഇപ്പോൾ 47,000 എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന എണ്ണൽ സംഖ്യ പറഞ്ഞുകൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും, ജീവനോടെ തിരിച്ചു പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പം തന്നെ എത്രത്തോളം അമേരിക്കൻ സൈനികർ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് പറയാൻ അമേരിക്ക ഭയപ്പെടുന്നത് എന്തിനാണ് എന്നുകൂടി ചില ഇറാനിയൻ പത്രങ്ങൾ ചോദിക്കുന്നുണ്ട്. നിലവിൽ സംഘർഷമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതായത് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കി കരണ്ട്, കുടിവെള്ളം പോലെയുള്ള സംവിധാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപായം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അമേരിക്ക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കാരുണ്യ സഹായവുമായി ഇറാനിലേക്ക് വരുന്ന, അത് വീട് നഷ്ടപ്പെട്ട ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസമുള്ളവർക്ക് വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങൾ വലിയ സഹായം നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യ നൽകുന്നുണ്ട്. ആ സഹായത്തിന് വേണ്ടി പോകേണ്ട വിമാനങ്ങൾ തകർത്തതായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. മഷാദ് വിമാനത്താവളത്തിൽ ഇറാൻ്റെ വിമാനം തകർത്തിരിക്കുകയാണ് അമേരിക്ക. മഹാൻ എയർലൈൻസ് എന്നാണ് വിമാനത്തിൻ്റെ പേര്. ഇത് മാനുഷിക സഹായത്തിന് ഇന്ത്യയിലേക്ക് വരാനുള്ളതാണ്. ഇതിനു മുൻപ് ഒരു വിമാനം വന്നിരുന്നത്, രണ്ടാമത്തെ വിമാനമാണ്, ഇതാണ് തകർത്തത്. ഇതിന് പകരമായി തങ്ങൾ വിമാനം വിടും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് തുടർച്ചയായ രീതിയിൽ ഈ ആക്രമണം നടത്തിയവർക്ക് കനത്ത രീതിയിലുള്ള പ്രഹരം തങ്ങൾ ഏൽപ്പിക്കും എന്നുള്ളതാണ്. ഇറാൻ്റെ ആക്രമണത്തിൽ ഇതോടനുബന്ധിച്ചിട്ട് 10 സൈനികർ കുവൈറ്റിൽ കൊല്ലപ്പെട്ട റിപ്പോർട്ട് വന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ എത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസവും തങ്ങളുടെ രാജ്യം അനുഭവിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. അമേരിക്കയെ ആര് പിന്തുണക്കുന്നു, ആര് സഹായിക്കുന്നു, ആര് സംരക്ഷണം നൽകുന്നു, അവരൊക്കെ തങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് നേരെ തങ്ങളുടെ മിസൈലുകളോ ഡ്രോണുകളോ വല്ലാതെ വൈകാതെ തന്നെ എത്തും എന്നുള്ള കാര്യം ഞങ്ങൾ മുന്നറിയിപ്പായിട്ട് നൽകുന്നു എന്നുകൂടി അവർ പറയുന്നു. ഇറാൻ നേരിടുന്ന ആക്രമണങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇത് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ രാജ്യത്തോടോ ആ രാജ്യത്തിലെ ജനങ്ങളോടോ ശത്രുതയുണ്ട് എന്നുള്ളതല്ല, അമേരിക്കക്കാരെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കും. ഇപ്പോൾ കോൺസുലേറ്റ്, എംബസി കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പൗരന്മാർ സാധാരണഗതിയിൽ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറി ഒഴിഞ്ഞ ഇടത്തിലേക്കോ അതല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാർ, രാജ്യത്തിലെ പൗരന്മാരുള്ള സ്ഥലത്തേക്കോ മാറി താമസിക്കുന്ന രീതിയുണ്ട്. ഇതാണ് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി വലിയ സംവിധാന കാര്യങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയ സംവിധാനത്തിലൂടെ നിങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന നിരീക്ഷണം ഞങ്ങൾ അറിയുന്നുണ്ട്. ഞങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി. കുവൈത്തിൽ ഈ കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 6 ഈ ചാരന്മാരെ പിടികൂടപ്പെട്ട റിപ്പോർട്ട് വന്നിരുന്നു. അത് ഇറാൻ്റെ ചാരന്മാരാണ് എന്നുള്ളതാണ്. അപ്പോൾ കുവൈറ്റിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തുന്ന ഇറാൻ്റെ ചാരന്മാർ ഉണ്ട് എന്നാണ് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. തുർക്കിയിൽ 2-3 പേര് ഇതിനോടനുബന്ധിച്ച് പിടിക്കപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് അവരുടെ ആ രാജ്യത്തെ പൗരന്മാർ തന്നെയാണ് എന്ന് പറയുന്നു, അതല്ല മറ്റ് രാജ്യക്കാരാണ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വിവരം പുറത്തു വന്നിട്ടില്ല. അതോടനുബന്ധിച്ച് രാജ്യത്തിനെതിരെ ആക്രമണം നടക്കുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഈ രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയിരിക്കുന്ന 3 പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അവരെ വിചാരണ ചെയ്തുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു. അവർ രാജ്യദ്രോഹ കുറ്റം ചെയ്താണ്. രാജ്യത്തിനെതിരെ അവർ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നു, എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു, പ്രക്ഷോഭം ഉണ്ടാക്കിയിരിക്കുന്നു. രാജ്യത്തിലെ സൈനികരെ കൊലപ്പെടുത്തിയതിൽ പ്രതിസ്ഥാനത്തുണ്ടാകുന്നു. ഒരു ഗുസ്തിക്കാരന്, ദേശീയ ഗുസ്തിക്കാരനും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് പറയുന്നത് വധശിക്ഷ വിധേയമാക്കപ്പെട്ടത്. അതോടനുബന്ധിച്ച് തന്നെ 30-ലധികം മൊസാദ് അടക്കമുള്ള സംഘത്തിന് വധശിക്ഷ വല്ലാതെ വൈകാതെ നടപ്പിലാക്കും എന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 1,50,000 ആളുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരുവിധം ആളുകളൊക്കെ പുറത്തു പോയിട്ടുണ്ട്. ബാക്കി ശേഷിക്കുന്നവർക്ക് വിചാരണ ചെയ്തിട്ട് പ്രതിസ്ഥാനത്തുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇറാൻ്റെ കണക്ക് പ്രകാരം 500 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ആയുധപരമായിരിക്കുന്ന ആക്രമണം നടത്തുകയും ഗവൺമെൻറ് തലത്തിലുള്ള സ്ഥാപനങ്ങൾ കൈയേറിറ്റ് നാശങ്ങൾ ഉണ്ടാക്കി തീവെപ്പ് നടത്തുകയും ചെയ്തു. ഇത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കുന്നതെന്നാണ് പറയുന്നത്. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
അപ്പോൾ ഈ ചർച്ചയോട് അനുബന്ധിച്ച് ഇറാനോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അത് പ്രസക്തമായിരിക്കുന്ന ചോദ്യമാണ്. ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല, അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല, ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങളിതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അമേരിക്കയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക ഏൽപ്പിക്കപ്പെട്ട ആളുകൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു. അഥവാ ഇതിൽ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് നേതൃത്വം നൽകുന്ന അമേരിക്കയാണ്. പാകിസ്ഥാൻ ഒരുപക്ഷെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പാകിസ്ഥാൻ ഈ സമാധാനമായിരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും അവർ വരാറില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് തന്നെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, വിഷയങ്ങൾ ഉണ്ടാക്കുക, ഈ സ്ഫോടനം നടത്തുക, ഈ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് പാകിസ്ഥാൻ സാധാരണ താല്പര്യം ഉണ്ടാവില്ല. സമാധാനമായിട്ട് അവർക്ക് വല്ലാത്ത ബന്ധങ്ങളൊന്നുമില്ല. ഏതോ നിലക്ക് ഇപ്പോൾ അപ്രതീക്ഷിതമായ രീതിയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. അതിന് ലോകം വല്ലാത്തിൻ്റെ ആകാംക്ഷയോട് കൂടിയാണ് നോക്കിക്കാണ് ഇതെന്താ ഇപ്പോൾ കേൾക്കുന്നത് എന്ന തരത്തിൽ. സൗദി അറേബ്യയും തുർക്കിയും ഈജിപ്തുമാണ് പാകിസ്ഥാനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത്, അല്ലെങ്കിൽ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുക. അവർ ഇറാനോട് സംസാരിച്ചിട്ടുള്ള വിവരം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ ഈ ബന്ധം ഉണ്ട് എന്നതിനാൽ തന്നെ ഇതിപ്പോൾ ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നൊരു വിഷയമുണ്ട്. എന്നാൽ അതിന് മറുപടിയായിട്ട് ഈജിപ്തോ അല്ലെങ്കിൽ തുർക്കിയോ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലുമായിട്ട് ഒരു ചർച്ചയില്ല, ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. പകരം അമേരിക്കയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അമേരിക്ക യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധം തുടരാനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കില്ല. അവരിന്ന് ചാരി നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് അമേരിക്കയുടെ മേലെ ചാരി നിൽക്കുന്നു, അമേരിക്ക ഒഴിഞ്ഞു മാറിയാൽ താഴെ വീഴും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനികർക്ക് തന്നെ ഇപ്പോൾ വലിയ പ്രയാസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ 2 യുദ്ധക്കപ്പലിൻ്റെ സ്ഥിതികളെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങളൊന്നുമില്ല. ഒന്ന് ജെറാൾഡ് ഫോൾഡ്, അത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 60 മുതൽ 65 വരെ യുദ്ധവിമാനങ്ങൾക്ക് ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും യുദ്ധം ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള അത്രയും ഭീമാകാരമായിരിക്കുന്ന ഒരു യുദ്ധക്കപ്പലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലൊന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് ഗ്രീസിലേക്ക് എത്തിയിരിക്കുന്നു. അറ്റകുറ്റപ്പണിക്ക് എന്നൊക്കെയാണ് പറയുന്നത്. യുദ്ധമുഖത്തേക്ക് വരുന്ന ഒരു കപ്പലിന് അറ്റകുറ്റപ്പണിയൊന്നും ഉണ്ടാവാറില്ലല്ലോ. സാധാരണഗതിയിൽ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ്, വളരെ ആരോഗ്യത്തോടു കൂടിയാണ് യുദ്ധക്കപ്പൽ വരാറുള്ളത്. അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ ഈ പണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റി. അപ്പോൾ യഥാർത്ഥത്തിൽ ജെറാൾഡ് ഫോർഡ് ഇപ്പോൾ ഇല്ല. ഇനി അബ്രഹാം ലിങ്കൺ കപ്പൽ ഏറെക്കുറെ അറേബ്യൻ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അറേബ്യൻ കടലിൽ നിന്ന് അത് പതുക്കെ പുറകോട്ട് പോയി ആദ്യഘട്ടത്തിൽ 500ഓളം നോട്ടിക്കൽ മൈൽ വ്യത്യാസത്തിനായിരുന്നു ഇറാൻ്റെ അതിർത്തിയും ഈ പറയപ്പെട്ട അബ്രഹാം ലിങ്കൺ കപ്പലുണ്ടായിരുന്നത്. പിന്നീട് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രയാസം വന്നു. ഒരു വിമാനം തീപിടിച്ചു എന്ന് പറയുന്നു, തകർക്കപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ 100 നോട്ടിക്കൽ മൈൽ പുറകോട്ടാക്കി. അപ്പോൾ പിന്നെ 600 നോട്ടിക്കൽ മൈൽ വ്യത്യാസമായി ഇറാനും ഈ അമേരിക്കയുടെ കപ്പൽ തമ്മിൽ. അവിടെ വീണ്ടും ആക്രമിച്ചു. പിന്നീട് 100 പുറകോട്ടാക്കി. അങ്ങനെ ഏകദേശം 900 അല്ലെങ്കിൽ 1000 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആ യുദ്ധവിമാനത്തിൽ നിന്ന് യുദ്ധം നടത്താൻ പറ്റാത്ത വിധം അതിനും വലിയ രീതിയിലുള്ള തകർച്ചയോ പ്രയാസമോ ആക്രമണത്തിനാലുള്ള നാശങ്ങളോ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അങ്ങനെ 2 കപ്പലിൻ്റെ അവസ്ഥയും ദയനീയമാണ്. പിന്നീടാണ് ഇപ്പോൾ USS ജോർജ് ബുഷ് വരുന്നത്. അത് 85 യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ പാകത്തിലുള്ളതാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ യുദ്ധവിമാനത്തിൽ നിന്നും കാര്യമായ രീതിയിൽ ആക്രമണം നടക്കുന്നതൊക്കെ അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈന്യ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് തങ്ങൾ നിരന്തരം ആ മേഖല കേന്ദ്രീകരിച്ച് തിരിച്ചടിക്കുന്നത്. ഞങ്ങളുടെ കുടിവെള്ള മേഖലയെ ആക്രമിച്ചു. സമാനമായ രീതിയിൽ അമേരിക്കയ്ക്ക് ഷെയറുള്ള പാർട്ട്ണർഷിപ്പുള്ള കുവൈറ്റിലെ കുടിവെള്ള മേഖലയെ തങ്ങൾ ആക്രമിക്കുന്നു. കറണ്ട് ഈ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആക്രമിക്കുന്നു. സമാനമായ രീതിയിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് കണക്ഷനുള്ള മേഖല ഏതാണോ അത് തിരഞ്ഞു പിടിച്ച് അവിടെയും ആക്രമിക്കും. അഥവാ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വളരെ കൃത്യതയോട് കൂടി കിട്ടുകയും അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള അക്രമ പരമ്പരയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തുന്നത് എന്ന് ചുരുക്കം. അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ആക്രമ രീതികൾ എന്ന് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൃത്യമായ രീതിയിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ വിവരശേഖരത്തിന് ശേഷമാണ് ആക്രമണം നടത്തുന്നത്. ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നില്ല, അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ഉക്രൈൻ്റെ സഹായത്തോടു കൂടി പ്രതിരോധ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ എത്തുകയും ചെയ്തു. അത് UAE ആണ്. UAE അബുദാബിയിലെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതും 10ലധികം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഒരുപാട്
പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോണോ അല്ലെങ്കിൽ മിസൈലോ തകർക്കപ്പെട്ടായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഔദ്യോഗികമായ രീതിയിൽ അത് സ്ഥിരീകരിക്കപ്പെടുകയോ അങ്ങനെ ഒരു അന്താരാഷ്ട്ര മീഡിയകളിൽ ഈ വാർത്തകൾ വരിക BBC റോയിട്ടേഴ്സോ ABC അടക്കമുള്ള വിഭാഗങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിവരം മുന്നേറുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ആ ഒരു മുന്നറിയിപ്പാണ് കാല് കുത്തിയാൽ ചുട്ടരിക്കും എന്ന തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ അമേരിക്കക്ക് നൽകിയ വിവരമാണ് ഇപ്പോൾ പ്രാധാന്യമായ വാർത്തയായിട്ട് നിലനിൽക്കുന്നത്.